ശ്രീജിത്തെ, അടിസ്ഥാനപരമായി എന്തായിരിക്കും ഈ ബ്രിട്ടാസിനെ പോലുള്ളവരുടെ അസുഖം? ഇത് ഒരു വിഭാഗത്തിൻ്റെ കയ്യടി കിട്ടാൻ വേണ്ടി മാത്രമുള്ള പ്രസ്താവനയാണോ, അതോ ചൈനയുടെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രസ്താവനകൾ ആണോ? കാരണം കൃത്യമായിട്ട് ഫണ്ടൊക്കെ കിട്ടുന്നുണ്ടല്ലോ ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു രാജ്യസഭാ അംഗം എന്ന നിലയിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണോ? എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അല്ല ശ്രീ അനിൽ, ഇവിടെ വേണ്ടതിനും വേണ്ടാത്തതിനും ഒരു ധർമ്മത്തിനെ ആക്രമിക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് കേവലം ഒരാളിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നതല്ല. ഇപ്പൊ നമ്മൾ ഇതിൽ തന്നെ ഒരു ഡിവൈഡ് കാണാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യ സഖ്യത്തിന്റെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണല്ലോ മല്ലികാർജുൻ ഖാർഗെ. മല്ലികാർജുൻ ഖാർഗെ ആദ്യം മുതൽ തന്നെ കുംഭമേളയെ വിമർശിക്കുന്നുണ്ട്. കുംഭമേളയിൽ പോയി കഴിഞ്ഞാൽ പട്ടിണി മാറുമോ തുടങ്ങിയ പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ചോദിച്ചുകൊണ്ടിരുന്ന പല ചോദ്യങ്ങളും ഇന്ന് മല്ലികാർജുൻ ഖാർഗെ ചോദിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അവിടുത്തെ അടുത്ത ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള അഖിലേഷ് യാദവിന് കുംഭമേളയിൽ പങ്കെടുക്കുന്നതിനോ അവിടെ പോയി സ്നാനം ചെയ്യുന്നതിനോ യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല. അപ്പൊ വിവിധ നേതാക്കന്മാർക്ക് വിവിധ രീതിയിലത്തേക്ക് ചിന്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ ഉണ്ട് എന്ന് പറയേണ്ടി വരും. പക്ഷേ പല നേതാക്കന്മാരും ഇതേപോലെ ഹിന്ദു വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു, ഈ സനാതന ധർമ്മ വിരുദ്ധമായിട്ട് സംസാരിക്കുന്നു, ഇതിനെ ഒരു പതിവാക്കുന്നു. ഇത് നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വൺ ഓഫ് ഒരു ഇൻസിഡന്റ് അല്ല, മറിച്ച് ഇതൊരു തുടർച്ചയാണ്. ഇതിന് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വിഘാതം ഉണ്ടായിട്ടില്ല, ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ട് വരികയാണ്. അനാവശ്യമായിട്ടുള്ള കമ്പാരിസൺസ് ആണ് വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ശ്രീ ബ്രിട്ടാസ് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ശ്രീ ജയചന്ദ്രനോട് പറഞ്ഞതുപോലെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനെതിരെ മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്ത അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാതൃഭൂമി അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങൾ വാർത്ത കൊടുക്കുകയും ആ വാർത്തയൊക്കെ ഇപ്പോഴും ഓൺലൈനിൽ അതേപോലെ തന്നെയുണ്ട്. അങ്ങനെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു വിശദീകരണക്കുറിപ്പ് എഴുതി തയ്യാറാക്കി അത് പ്രസിദ്ധീകരിക്കാൻ കഴിയാത്തത്? ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. കാരണം ഇവിടെ ഡാമേജ്ഡ് ആവുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം മാത്രമല്ല, മറിച്ച് അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടിയുടേത് കൂടിയാണ്. എങ്കിൽ അദ്ദേഹത്തിന് ഇത് പറയാമായിരുന്നു, ഇത് ഞങ്ങളുടെ ഇമേജിനെ തകർക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് എന്ന് പറയാം. ഒന്ന്. രണ്ട്, തെറ്റായിട്ടുള്ള കാര്യമാണ് എങ്കിൽ ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ ചർച്ചയ്ക്ക് വഴി ഉണ്ടാക്കിയിരിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ അദ്ദേഹം നിയമ നടപടികൾക്കും പോകേണ്ടതാണ്. കാരണം എന്താണ്, ഇത് മതപരമായിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു സ്പർദ്ധ അതൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ അത് എന്തുകൊണ്ടാണ് പിന്നെ അങ്ങനെ വന്നത്? ഞാൻ ചോദിക്കുന്നത്, ഒരാൾ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ആ ഒരു പരാമർശം, കുംഭമേള എന്നൊരു വാക്ക് തന്നെ അദ്ദേഹം അവിടെ പറഞ്ഞിട്ടില്ല എന്നാണ് എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് ഈ റിപ്പോർട്ടിൽ കടന്നു വരിക? അങ്ങനെയാണെങ്കിൽ ബ്രിട്ടാസിനെ തകർക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിനെ ആൾക്കാർ ആക്രമിക്കട്ടെ എന്ന് കരുതി ആരെങ്കിലും മനഃപൂർവ്വം പ്ലാൻ ചെയ്യണമല്ലോ. അങ്ങനെ ചെയ്തു എന്നാണോ നമ്മൾ പറയുന്നത്? അപ്പൊ ഇതിൽ തനിക്ക് നേരെ ഉണ്ടാകുന്ന പത്രവാർത്തകൾ, തന്നെ ചുറ്റിപ്പറ്റി, തന്റെ പ്രസ്താവനയെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന ചർച്ചകൾ, ഇതിനെപ്പറ്റി വളരെ അവെയർ ആയിരിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയായിട്ടുള്ള ശ്രീ ജോൺ ബ്രിട്ടാസ് ഈ വിഷയത്തിൽ പുലർത്തുന്ന ഒരു മൗനമുണ്ട്. അദ്ദേഹത്തിന് ശ്രീ ജയചന്ദ്രനോട് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വ്യക്തിപരമായിട്ട് പറയുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണത് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ശ്രീ ജയചന്ദ്രൻ പോവുകയാണ് എന്ന് അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് അദ്ദേഹം അതിനെപ്പറ്റി ഒരു പ്രസ്താവന പോലും നടത്താത്തത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. രണ്ട്, ശ്രീ ജയചന്ദ്രൻ ഇവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് എനിക്കത് വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത്. കമ്മ്യൂണിസത്തിന്റെ ഒരിടത്തും, കമ്മ്യൂണിസം നിലനിൽക്കുന്ന ഒരു രാജ്യത്തും അവരുടെ ഒരു ഐഡിയോളജി പ്രകാരവും ഈശ്വരവിശ്വാസം, മതവിശ്വാസം ഈ കാര്യങ്ങളെ ഒന്നും തന്നെ എതിർക്കുന്നില്ല എന്ന് പറയുന്നു. നമ്മുടെ നാട്ടിൽ കുറച്ചു കാലം മുമ്പ് MM മോനായി, ആയിഷ പോറ്റി എന്ന് പറയുന്ന രണ്ട് സാമാജികർ ഈശ്വരന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ സമയത്ത് പാർട്ടിയുടെ താഴെ ഘടകത്തിൽ വരെ ഒരു സർക്കുലർ കൊടുത്തിരുന്നു, അമ്മ അതിരി പണി വേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലത്തേക്ക്. ഇത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. പിന്നീട് നമ്മുടെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ കയറി എന്ന് പറഞ്ഞ് വിശദീകരണം ചോദിച്ചു എന്ന രീതിയിലത്തേക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ പോയി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വിശ്വാസിയാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു മനുഷ്യന് ക്ഷേത്രത്തിൽ നട തുറക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തൊഴണമെന്ന് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് സാധിക്കാതെ നിൽക്കുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലിയ കഷ്ടം തോന്നും. ഈ രീതിയിലത്തേക്കുള്ള മതസ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം ഒക്കെ തന്നെ അനുവദിക്കപ്പെടുന്ന ഒരു പാർട്ടി ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ എന്തിനാണ് ഇവരൊക്കെ ഭയക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ലോകം മുഴുവനാണ്, അതായത് കമ്മ്യൂണിസം കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ എവിടെയൊക്കെ കമ്മ്യൂണിസം ഉണ്ടോ അവിടെ ഒന്നും തന്നെ ഈശ്വര വിശ്വാസത്തിനെയോ മതസ്വാതന്ത്ര്യത്തിനെയോ ഒന്നും തന്നെ എതിർക്കുന്നില്ല എന്ന്. അദ്ദേഹത്തിനോട് ഞാൻ വിനയപൂർവ്വം ചോദിക്കുകയാണ്, നമുക്കറിയാവുന്ന ലോകത്തുള്ള നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ടല്ലേ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ട്. ഈശ്വര വിശ്വാസികളായിട്ടുള്ള, ആരാധനാലയങ്ങളിൽ പൊക്കോണ്ടിരുന്ന, ഇപ്പോഴും അല്ലെങ്കിൽ പോകുന്ന
കുറേയധികം നമ്മൾ അറിയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ പേര് അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ? ഈ ലോകരാജ്യങ്ങളിൽ നിന്ന് ഈ മാർക്സ് എന്നോ ഏംഗൽസ് എന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. നമ്മൾ അങ്ങനെ ആരുടെയെങ്കിലും ആരാധനാലയങ്ങളിൽ പോകുന്ന മതവിശ്വാസികളായിട്ടുള്ള കുറേയധികം നമ്മളെല്ലാവരും അറിയുന്ന ആൾക്കാരുടെ പേര് അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യം. രണ്ട്, ഈ 1920-കളിൽ സ്റ്റാലിൻ വളരെ ശക്തമായി പിടിമുറുക്കുന്ന സമയത്ത് റഷ്യയിൽ ഓർത്തഡോക്സ് ചർച്ചിനെതിരെ നടന്നിരുന്ന ഒരു മൂവ്മെന്റിനെ പറ്റി അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല. അദ്ദേഹം എന്നെക്കാൾ വളരെ എത്രയോ ഗംഭീരമായിട്ട് അദ്ദേഹം കമ്മ്യൂണിസം മനസ്സിലാക്കിയിട്ടുള്ള ആളായിരിക്കും. ഇപ്പം ഞാൻ വായിച്ചിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഒരു ചിന്തകൻ എന്ന രീതിയിൽ കൂടി അതിനെ സമീപിക്കുന്ന ആളാണ്. അവിടെ ഉണ്ടായിരുന്ന എത്രയോ പ്രീസ്റ്റുമാരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, എത്രയോ ആൾക്കാരെ ലേബർ ക്യാമ്പുകളിലേക്ക് വിട്ടിട്ടുണ്ട്, എത്രയോ മതപഠന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്, എത്രയോ പള്ളിയുടെ പ്രസിദ്ധീകരണങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിനെ പറ്റി ഒന്നും അറിയില്ലേ? ഇതുമായി ബന്ധപ്പെട്ട് എത്രയോ റിപ്പോർട്ടുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അന്ന് തന്നെ ഉണ്ടാക്കിയിരുന്ന ലീഗ് ഓഫ് മിലിറ്റന്റ് ഗോഡ്ലെസ് എന്ന പേരിൽ ഈ എത്തീസം, അല്ലെങ്കിൽ ഈ മതമൊന്നുമില്ല, ഈശ്വരനൊന്നുമില്ല എന്ന രീതിയിലത്തേക്കുള്ള ചിന്ത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലീഗ് ഓഫ് മിലിറ്റന്റ് ഗോഡ്ലെസ് എന്ന് പറയുന്ന ഒരു സംവിധാനം USSRലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെടുകയും പിന്നീട് സ്റ്റാലിൻ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഒരു രണ്ട് പതിറ്റാണ്ടുകൾക്കടുത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള എത്തീസത്തിനെ ഒരു ഭാഗത്ത് പ്രൊമോട്ട് ചെയ്യുക, മറ്റുള്ള ഒരു ഭാഗത്ത് എല്ലാ തരത്തിലുള്ള മതസ്വാധീനങ്ങളെയും ഇല്ലാതെയാക്കുക, അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിവിധ മതക്കാർക്കെതിരെ, അവരുടെ ആചാരങ്ങൾക്കെതിരെയൊക്കെ തന്നെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പല ക്യാമ്പയിനുകളും ലോകത്തുള്ള കമ്മ്യൂണിസം നിലനിന്നിരുന്ന പല രാജ്യങ്ങളിലും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഐഡിയോളജി, അതിനെ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ ന്യായീകരിക്കാനായിട്ട് കഴിയുന്നത് എന്ന് എനിക്ക് വലിയ അതിശയമാണ്. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ. കുറെ കാലം മുമ്പല്ലേ ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞത് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എത്ര റെലവെന്റ് അല്ല എന്ന്. ഒരു CPM നേതാവിന് അത് പറയാൻ എത്ര കാലം വേണ്ടി വന്നു എന്ന് ആലോചിച്ച് നോക്ക്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ റെലവെന്റ് അല്ല, ഇവിടെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെയും നമുക്ക് വേണം എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിട്ടുള്ള ശ്രീ MV ഗോവിന്ദൻ പറയേണ്ടി വന്നത് ഈ അടുത്ത കാലത്താണ്. എന്ന് വെച്ചാൽ ഇത് നേരത്തെ തന്നെ എല്ലാവരും അങ്ങനെയായിരുന്നു സങ്കല്പിച്ചു വെച്ചിരുന്നത് എങ്കിൽ, അങ്ങനെയായിരുന്നു മനസ്സിലാക്കിയിരുന്നത് എങ്കിൽ ശ്രീ ഗോവിന്ദന്റെ വിശദീകരണം അവിടെ ആവശ്യമാകുന്നു. അപ്പൊ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കാൻ പാടില്ല. അതേപോലെ അദ്ദേഹം നേരത്തെ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞപ്പോൾ എനിക്കതാണ് വലിയൊരു വൈരുദ്ധ്യം തോന്നിയത്. ശ്രീ ബ്രിട്ടാസ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട ഫോട്ടോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റി എന്ന് പറയുന്ന ആ നിമിഷം, അരനിമിഷം വൈകാതെ ശ്രീ ജയചന്ദ്രൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് അതിനിവിടെ എന്താണ് ബന്ധമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക. പക്ഷേ വ്യക്തിപരമായിട്ട് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ബ്രിട്ടാസിനോട് സംസാരിക്കുമ്പോൾ ഈ ഒരു പരാമർശത്തിനെ പറ്റി നിങ്ങളത് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്നതിനെപ്പറ്റി അദ്ദേഹം, എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം, പിന്നെ എന്തിനാണ് ഈ മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നതിനെപ്പറ്റി ഒരു അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവായിരുന്നുവെങ്കിൽ നമ്മൾ ഇതിനെ ഈ രീതിയിലത്തേക്ക് ചർച്ച ചെയ്യില്ല. പക്ഷെ അദ്ദേഹം ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നതല്ല എങ്കിൽ പോലും ജനപ്രതിനിധികൾ തെരഞ്ഞെടുത്ത ഒരാളല്ലേ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി, ലയബിലിറ്റി ഒക്കെ ഇവിടെയുള്ള ആൾക്കാർക്കുണ്ടല്ലോ, അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരാളിൻ്റെ രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ധർമ്മവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് എങ്കിൽ, ഈ കമ്പാരിസൺ ഇല്ലാത്ത രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ് എങ്കിൽ അതിനെപ്പറ്റി അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. അതില്ല എന്ന് ശ്രീ ജയചന്ദ്രന് കരുതാൻ കഴിയുമോ? അപ്പോൾ അതുകൊണ്ട് ആ വിഷയത്തിൽ ക്ലാരിറ്റി നൽകേണ്ടത് ആരാണ്? അത് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മാധ്യമങ്ങളല്ല. ശ്രീ ബ്രിട്ടാസ് അതിനെപ്പറ്റി ഈ നിമിഷം വരെയും നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വസ്തുത. ശ്രീ ജയചന്ദ്രൻ പറയുന്ന ഒരു പ്രൈവറ്റ് കോൺവെർസേഷനെ പറ്റിയാണ്, പക്ഷെ ഞാൻ പറയുന്നത് പബ്ലിക്കായിട്ടുള്ള കാര്യമാണ്. ശ്രീ ബ്രിട്ടാസ്, അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അതിനെപ്പറ്റി പറയാമായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല, അദ്ദേഹത്തിന്റെ പരാമർശങ്ങളിൽ എങ്ങും അതില്ല, നിഷേധിക്കാമായിരുന്നു. മാതൃഭൂമി ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും, മറ്റെല്ലാവരെയും നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തേക്കും. മാതൃഭൂമിയുള്ള പ്രസിദ്ധീകരണങ്ങൾ ആ വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിട്ടുണ്ട്. അവരതുമായി ബന്ധപ്പെട്ട് ഡിസൈൻ ചെയ്ത് വാർത്താ കാർഡുകൾ ഇറക്കിയിട്ടുണ്ട്. അവരുടെ ഇംഗ്ലീഷ് പതിപ്പിൽ അവർ ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അവിടെ കൊടുത്തിരിക്കുന്ന സമയത്ത് എന്തായാലും അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇംഗ്ലീഷിലായിരുന്നുവെങ്കിൽ അതേ വാക്കുകൾ തന്നെ ആവില്ലേ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പോലും വന്നിരിക്കുന്ന ഒരു പ്രസ്താവന ഇവിടെ നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആശങ്ക അകറ്റുന്നതിന് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ശ്രമമില്ല എങ്കിൽ ഈ മൗനം എന്ന് പറയുന്നത്, ശ്രീജിത്ത്, ഏറ്റവും ചുരുങ്ങിയ വർഷം സുരേഷ് ഗോപിയെങ്കിലും മാതൃകയാക്കാം. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അദ്ദേഹം പറഞ്ഞത് വളച്ചൊടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ച ഇതാണ്, മാത്രമല്ല എൻ്റെ പ്രസംഗം മാധ്യമങ്ങൾ ആദ്യന്തം കാണിക്കണം എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ ആണല്ലോ. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലേ വേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള ഏതൊരു രാഷ്ട്രീയ നേതാവായിക്കോട്ടെ, അല്ലെങ്കിൽ 4 പേർ അറിയുന്ന ആരും ആയിക്കോട്ടെ, ഒരു അഭിപ്രായം പറയുന്നു, ആ അഭിപ്രായം വലിയ വ്യാപകമായ രീതിയിലത്തേക്ക് വളച്ചൊടിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അതിനെ അടിച്ചു നിവർത്തണ്ടേ?
ഈ വളച്ചൊടിക്കുന്ന സാധനത്തിനെ അടിച്ചു അതെ നിവർത്തിയിട്ട് അതെ ഞാൻ ഇതാണ് പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, അത് നിങ്ങൾ തെറ്റായിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വാക്കേ അവിടെ പറഞ്ഞിരുന്നില്ല എന്നുള്ള ഒരു കാര്യം പറയണ്ടേ? അത് പറയാതിരിക്കുന്നു എന്നുള്ളിടത്താണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ ഈ ചൈനയെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി താല്പര്യമായിരിക്കും. പക്ഷേ ചൈനയെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഇകഴ്ത്തുന്നതിന് വേണ്ടിയിട്ടോ അതൊരു ധർമ്മത്തിനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടോ ശ്രമിക്കാൻ പാടില്ല. കാരണം നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് സത്യപ്രതിജ്ഞാപരമായി, അതായത് നിങ്ങളുടെ സത്യവാചകത്താൽ ആ കമ്മിറ്റ്മെന്റ് ഇന്ത്യ എന്ന രാജ്യത്തിനോടാണ്, ഇവിടെയുള്ള സംവിധാനങ്ങളോടാണ്, അതല്ലാതെ ചൈനയോടല്ല. ചൈന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ചിലപ്പോൾ ആയിരിക്കാം, പക്ഷേ ഒരു MP-യെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സത്യവാചകത്തിൽ അദ്ദേഹത്തിന്റെ കൂറും വിശ്വസ്തയും നിർവ്യാജം പുലർത്തുന്നത് നമ്മുടെ രാജ്യത്തിനോടാണ്. അത് അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഒരു പൗരന്റെ ദുരവസ്ഥയാണെന്നാണ് ഞാൻ കരുതുന്നത്.